ഇതാണ് മോള് ചോദിച്ച ജീവന്റെ വീട്. അതെ, ഞങ്ങളുടെ ചന്ദ്രസാറിന്റെ വീടാണിത്. ജീവനുണ്ടാവോ ഇവിടെ? ജീവൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോളീ പറഞ്ഞൊക്കെ ഉള്ളതാണോ? സത്യോ ചേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ? അല്ല, ഈ ജീവൻ മോളെ തേച്ചെന്നൊക്കെ പറയണ കാര്യം ഉള്ളതാണോ? കരണ്ട 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 കരണ്ട, ഞാൻ പറയാം. ഞാൻ ചന്ദ്രസാറിന്റെ അടുത്ത് വേണമെങ്കിൽ സൂചിപ്പിക്കാം കേട്ടോ. മോളത് ചന്ദ്രസാറിനോട് പറഞ്ഞാൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞോ കേട്ടോ. അയ്യോ ചേട്ടൻ എവിടെ പോണ്? ഞാൻ പോണു. ചേട്ടൻ പോവല്ല, ഞാൻ ഒറ്റക്കായി പോവും. ഒറ്റയ്ക്കല്ലേ ഓട്ടോ ഓടിച്ചു വന്നത്? ചേട്ടനൊന്ന് വന്ന് പറയേട്ടാ, എന്നെ സ്വന്തം സഹോദരനെ പോലെ കാണുകേട്ടോ. ഒന്ന് സഹോദരിയെ പോലെ ആയിരുന്നു കൊണ്ടല്ല, അടിച്ചാൻ പറ്റിച്ചേനെ പ്രേമിച്ച് തേച്ചിട്ട് നടക്കണം നീ. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചേട്ടാ. ആത്മഹത്യ വേണ്ട 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 വേണ്ട, ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ പറയാം. ചന്ദ്ര സാറേ, ചന്ദ്ര സാറേ, എന്താടാ ഇതാരാ നോക്ക്. പാൽ സരണികളിൽ കാൽ സരമഴകൾ, പുൽക്കൊടികളിൽ പനിമണികൾ. പാൽ സരണികളിൽ കാൽ സരമഴകൾ. നിനക്കെങ്കിലും തോന്നിയല്ലടാ ഈ സമിതിയിലേക്ക് ഒരു നായികയെ കൊണ്ടുവരാനായിട്ട്? മതി, ഇത് മതി. ഞാൻ പറയണ്ടോ? നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പറ മോളെ, ഇതിനു മുമ്പ് ഏത് സമിതിയിലാ കളിച്ചിരുന്നത്? അല്ല അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഉഗ്ര നാടകമാണ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് നായിക കഥാപാത്രം അല്ലേ ഭയങ്കരമായിട്ട് ചെയ്തു. പക്ഷെ മേക്കപ്പ് ഇട്ട ആള് മാറിപ്പോട്ടാ. എനിക്കിപ്പോഴാ വ്യക്തമായത്. ഉദ്ദേശിക്കും പോലെ ഒന്നുമല്ല, അതിനു മുമ്പ് കളിച്ച നാടകമാണ്. അതും ഞാൻ കണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആ കുട്ടിയുടേത്. എടാ ടെൻഷനൊന്നും ആവണ്ടെന്ന് പറ. അല്ല, പൈസയുടെ കേസൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം, അതൊന്നും വിഷയമല്ല. നല്ല പേയ്മെന്റ് തന്നെ ഞാൻ കൊടുക്കും. ഇവള് തന്നെ മതി.